അപ്രതീക്ഷിതമായ വെള്ളപ്പൊക്കത്തിൽ പത്തനംതിട്ട എഴിക്കാട് ഭീമമായ നഷ്ടമാണ് 2 സംരംഭകർക്കുണ്ടായത്. ഹോളോ ബ്രിക്സ് ഉൽപാദനശാലയിലെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന യന്ത്രങ്ങൾ ഉൾപ്പെടെ എല്ലാം വെള്ളത്തിനടിയിലായി. തയ്യാറാക്കി വെച്ചിരുന്ന 15,000-ഓളം കട്ടകളാണ് വെള്ളത്തിൽ മുങ്ങി നശിച്ചത്. 2018 മഹാപ്രളയത്തിൽ സ്ഥാപനങ്ങൾ പൂർണ്ണമായി നശിച്ചിരുന്നു. സ്ഥാപനങ്ങൾ വീണ്ടും എങ്ങനെ പ്രവർത്തിപ്പിക്കുമെന്ന ആശങ്കയിലാണ് സംരംഭകരുള്ളത്. പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നു. പ്രവീൺ, എത്ര മനുഷ്യർക്കാണ് വലിയ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത്? ഒന്ന്, ഓരോ പ്രളയത്തിൽ നിന്നും നഷ്ടപ്പെട്ടു പോയതെല്ലാം ഒന്ന് തിരികെ പിടിച്ചു വരുമ്പോഴേക്കും അടുത്ത പ്രളയം എത്തി. അതോടുകൂടി ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് വ്യാപാരികൾക്കും പുതിയ സംരംഭകർക്കുമൊക്കെ. റോഷ്നി, അപ്രതീക്ഷിതമായ ഒരു വെള്ളപ്പൊക്കം ഒരു സംരംഭകനെ എങ്ങനെ ഇല്ലാതാക്കും? അത് ഒരുപക്ഷെ ഈ സംരംഭകരല്ലാത്ത ആളുകളെ സംബന്ധിച്ച് അവർക്കത് ചിന്തിക്കാൻ കഴിയില്ല. ഞാനിപ്പോൾ നിൽക്കുന്നത് എഴിക്കാട് എന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് 2 ഹോളോബ്രിക്സ് കടകളാണ്, ഉൽപ്പാദനശാലകളാണ് ഉള്ളത്. ഇപ്പോഴും വെള്ളം ഇറങ്ങിയിട്ടില്ല. ഇതിൻ്റെ പ്രധാനപ്പെട്ട യന്ത്രഭാഗങ്ങളൊക്കെ നശിച്ച ഒരു അവസ്ഥ കൂടിയാണ്. അപ്പോൾ ഈ സംരംഭകരെ സംബന്ധിച്ച് അവർക്ക് നികത്താൻ പറ്റാത്തൊരു നഷ്ടം. ഇപ്പോൾ കാണുന്നത് ഒരു വലിയ പാടശേഖരമാണ്. പമ്പ നദി നിറഞ്ഞു കവിഞ്ഞ് അത് ദിശ മാറി ഈ പാടശേഖരവും കവിഞ്ഞ് അതിൻ്റെ ഒരു ഭാഗത്തുള്ള ഈ ഹോളോബ്രിക്സ് ശാലയിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. അവർ പറയുന്നത് തങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ല, ഒരു സാധന സാമഗ്രി പോലും നമുക്ക് ഇവിടെ നിന്നും എടുത്തു മാറ്റാൻ കഴിഞ്ഞില്ല എന്ന് പറയാം. നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം, 6 ലക്ഷത്തിലധികം രൂപ വരുന്ന ഒരു മെഷീനാണ് ആ കിടക്കുന്നത്. അത് പൂർണ്ണമായും വെള്ളം കയറി നശിച്ചു. അതിൻ്റെ പാർട്സൊക്കെ അവരിപ്പോൾ ഊരി മാറ്റി അതെങ്ങനെയെങ്കിലും അറ്റകുറ്റപ്പണി നടത്തി അത് പുനഃസ്ഥാപിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഈ കട്ടകളൊക്കെ ഇവിടെ അതേപടി തന്നെ കിടക്കുകയാണ്. ഇവിടെ 10ലധികം തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ട്. അവരിപ്പോൾ എല്ലാം ക്ലീനിങ് ജോലികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ദൃശ്യത്തിൽ കാണുന്ന ഈ ഭാഗത്തിന് റോഡിൻ്റെ എതിർവശം മറ്റൊരു ഹോളോബ്രിക്സ് ശാല കൂടിയുണ്ട്. അവിടെയും സമാന രീതിയിൽ എല്ലാം സർവ്വതും നശിച്ച ഒരു അവസ്ഥയിലാണ്. ഈ സംരംഭകർ പറയുന്നത് ഇനി എങ്ങനെ തിരിച്ച് തങ്ങൾ പഴയ നിലയിലേക്ക് എത്തും, ഇത് കണ്ടിട്ട് സഹിക്കുന്നില്ല, എന്താണൊരു മാർഗം? ഇതൊന്നും അവരെ സംബന്ധിച്ച് അവരുടെ മുന്നിൽ ഒന്നുമില്ല. ഇപ്പം എത്ര ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട് നിങ്ങൾക്ക്? ഏറ്റവും കുറഞ്ഞൊരു 1-2 ലക്ഷം രൂപയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അത് വൈകിട്ട് വെള്ളം കയറിയപ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കുന്നതേ ഇല്ല ഇങ്ങനൊരു നഷ്ടം ഉണ്ടാകുമെന്ന്? പ്രതീക്ഷിച്ച് വന്നു പോയതാണ്. മെഷീനൊക്കെ ഇനി ഉപയോഗിക്കാൻ പറ്റുമോ? ഉപയോഗിക്കാൻ പറ്റും, പക്ഷേ അതെല്ലാം റീകണ്ടീഷൻ ചെയ്യണം. എൻ്റെ മെഷീൻ്റെ എന്തെല്ലാം പ്രോബ്ലം ഉണ്ടോ അതെല്ലാം ക്ലിയർ ചെയ്യണം, എങ്കിലേ പറ്റത്തുള്ളൂ. ബാക്കി എന്തൊക്കെ വസ്തുക്കൾ നശിച്ചിട്ടുണ്ട് ഇവിടെ? ബാക്കി എന്താ വെച്ചാൽ ഇൻ്റർലോക്കിൻ്റെ കമ്പനിയാണ് ഇത്. ഈ ഇൻ്റർലോക്കിൻ്റെ കമ്പനിയിൽ ഒത്തിരി ഡൈ ഉണ്ട്. ഇത് വെള്ളത്തിൻ്റെ പ്രസരിപ്പ് കൊണ്ട് ഒത്തിരി ഒഴുകിപ്പോവുകയും ഒത്തിരി സാധനങ്ങൾ നഷ്ടപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അതിന് കണക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഒത്തിരി പൈസയുടെ നഷ്ടം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ 2018 അന്നെങ്കിൽ ഇതുപോലുള്ള വിഷയം ഉണ്ടായിക്കഴിഞ്ഞ് അന്നത്തെ കാലത്ത് ഒരു 5 ലക്ഷം രൂപയ്ക്കുള്ള എനിക്ക് നഷ്ടമുണ്ടായി. ഒരു ആത്മാർത്ഥമാകുന്ന ഒരു സഹകരണം ഉണ്ടായില്ല. ഇപ്പം തന്നെ ഇത് സംസാരിക്കാൻ പോലും എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. മനഃപൂർവ്വം പിന്നെ അങ്ങ് നിന്നാ ഇതിൽ നിന്ന് ഒരു ഫലം ഉണ്ടാകത്തില്ല. പിന്നെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആയിരിക്കും, അദ്ദേഹം എന്തൊക്കെ മാറ്റം വരുത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ വരുംകാല ഭാവിയിൽ നമുക്ക് നോക്കി അറിയാം. അങ്ങൊരു സംരംഭമാണല്ലോ, ഇതിൻ്റെ എതിർവശത്തുള്ള ശാലയാണ് അങ്ങയുടേത്. അവിടെയും എത്ര നഷ്ടങ്ങളുണ്ടായി? എനിക്ക് 2-3 ലക്ഷം രൂപയുടെ നഷ്ടം വന്നിട്ടുണ്ട്. അത് മോട്ടറിൽ അഴിച്ചു വെച്ചേക്കിന് കോട്ടയത്ത് പിന്നെ സർവീസിന് കൊടുക്കാമെന്ന് കണ്ടാണ്. പിന്നെ കുറേ സിമെന്റ് പോയി. എല്ലാം കൊണ്ടും എത്ര ചാക്ക് സിമെന്റ് നഷ്ടപ്പെട്ടു? 350 ചാക്ക് സിമെന്റോളം. 350 ചാക്ക് സിമെന്റിന് എത്ര രൂപ വരും? 350, 1 ലക്ഷം രൂപ, 1,20,000 രൂപ അങ്ങനെ വരും. എത്ര സാമഗ്രികളൊക്കെ അറ്റകുറ്റപ്പണിക്ക് ഇനി കൊടുക്കണം? എൻ്റെ പണിക്ക് കൊടുക്കണം. അത് കോട്ടയത്ത് കൊണ്ടുപോകണം. അത് വെള്ളം കയറിയ സാധനം അറ്റകുറ്റപ്പണി നടത്തിയാലോ അത് പഴയ കണ്ടീഷനിൽ നമുക്ക് പ്രവർത്തിപ്പിക്കാൻ പറ്റുമോ? അത് അതിന് റീവൈൻഡ് ചെയ്യണം, മോട്ടറൊക്കെ റീവൈൻഡ് ചെയ്യണം. പിന്നെ അതുപോലെ 10 ബംഗാളിയുണ്ട്, അവരെല്ലാം പുറത്ത് താമസിച്ചേക്കുക. ഇപ്പം ക്ലീനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്, നടന്നു പോകുന്നു. ഒരു 50,000 രൂപയ്ക്കുള്ളാവും ക്ലീനിങ്ങിന് മാത്രം. 50,000 രൂപയ്ക്കുള്ളാവും. ഇപ്പോഴും പിന്നെ 3-ാമത്തെ ദിവസം ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളൂ. എത്ര ദിവസം പിടിക്കും നമ്മൾ പഴയ രീതിയിലാകാൻ? പഴയ രീതിയിലാണ് ഏറ്റവും കുറഞ്ഞ ഒരാഴ്ചയെങ്കിലും പിടിക്കും. അത്ര ദിവസത്തെ നിങ്ങൾക്ക് ഈ കൂലിയൊക്കെ എങ്ങനെയാണ്? അങ്ങനെ വരും. അതാ പറഞ്ഞത്, നമ്മൾ പറഞ്ഞ കണക്കുമായിട്ട് വ്യത്യാസം വരും. ഒരു ദിവസം എത്ര രൂപ നിങ്ങൾക്ക് ലേബർ ഇനത്തിൽ തന്നെ ചിലവാകും? ഒരു ദിവസം ഒരു 8,000 രൂപയോളം വരും. ഒരു ദിവസം 8,000 രൂപ. അപ്പോൾ ഒരാഴ്ച ആകുമ്പോൾ റോഷ്നി, അതാണ് ഈ സംരംഭകരെ സംബന്ധിച്ച് അവർ കെട്ടിപ്പടുത്ത ഒരു ഇങ്ങനെയുള്ള ഒരു ശാല. അതുപോലെ വെള്ളം കയറി നശിക്കുമ്പോൾ അവരെ സംബന്ധിച്ച് നികത്താൻ പറ്റാത്ത നഷ്ടമാണ്. അവർ പറയുന്നത് 2018 ഇതേ സ്ഥലത്ത് വെള്ളം കയറിയിരുന്നു, അവർക്ക് ഭീമമായിട്ടുള്ള നഷ്ടമുണ്ടായിരുന്നു. പക്ഷേ ധനസഹായം ഒന്നും ലഭിച്ചില്ല എന്ന് പറയുന്നു. ഇപ്പോൾ വീണ്ടും അതേ രീതിയിൽ അവർ നഷ്ടപ്പെട്ടതെല്ലാം തിരികെ പിടിച്ചവർ പ്രവർത്തിച്ചു വരികയായിരുന്നു. അതിനിടയിലാണ് അപ്രതീക്ഷിതമായി വീണ്ടും ഒരു വെള്ളപ്പൊക്കം ഉണ്ടായത്. ഇപ്പോൾ നമുക്ക് ആ തൊഴിലാളികളെ കൂടി കാണാൻ കഴിയും. ഇവരെ ആശ്രയിച്ച് മാത്രം കഴിയുന്ന തൊഴിലാളികളാണ്. അവരിപ്പോഴും ഇവിടെ ജോലി
ജോലി ചെയ്യാൻ തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. ഈ സംരംഭകർ പറയുന്നത് ഇവർക്ക് ഒരു ദിവസം ഇവർക്ക് കൂലി കൊടുത്തില്ലെങ്കിൽ ഇവർ അടുത്ത ദിവസം ഇവർ ജോലിക്ക് വരില്ല. അതുകൊണ്ട് ഇതൊരു ടീം വർക്കാണ്. അതായത് പ്രൊഫഷണൽ ആയിട്ടുള്ള ആളുകളെ മാത്രം വെച്ച് ഒരു സംഭരണ അല്ലെങ്കിൽ ഒരു ശാല നടത്തുന്ന ആളുകളാണ്. അപ്പോൾ ഇവരെ പറഞ്ഞു വിട്ടു കഴിഞ്ഞാൽ വീണ്ടും ഒരു ടീമിനെ ഇവിടേക്ക് എത്തിച്ച് അത് പരിശീലിപ്പിച്ചെടുക്കുക എന്നുള്ളത് വളരെ യത്നമുള്ള കാര്യമാണ്. എത്ര തരം പ്രതിസന്ധികളാണല്ലേ. ഇപ്പൊ സാമ്പത്തികമായ നഷ്ടം മാത്രമല്ല, ഈ തൊഴിലാളികളെയൊക്കെ ചേർത്ത് നിർത്തണമല്ലോ. അപ്പോൾ ഈ മനുഷ്യരിലേക്ക് കൃത്യമായ ഒരു ധനസഹായം എത്തിക്കുക എന്നുള്ളത് സർക്കാരിന്റെ കൂടി ഉത്തരവാദിത്തമാണ്. അത് കൃത്യമായി ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. കനത്ത മഴയിൽ തൃശൂർ കുതിരാൻ തുരങ്കത്തിൽ നേരിയ മണ്ണിടിച്ചിൽ.